ലാലേട്ടന്റെ കിളി പറത്തിക്കൊണ്ടായിരുന്നു അനുമോളുടെ സംസാരമുണ്ടായിരുന്നത്. ലാലേട്ടൻ ഇന്ന് ചോദിച്ചു, ക്യാപ്റ്റൻസി ടാസ്കിൽ ആര്യനെ വിജയിക്കാൻ സമ്മതിക്കാതിരിക്കാനുള്ള കാരണമെന്തായിരുന്നു എന്ന്. ആ സമയം അനുമോൾ പറഞ്ഞു, ആര്യനെ ക്യാപ്റ്റൻ ആവുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല, നോമിനേഷൻ ഫ്രീ ആവുക എന്നുള്ള ഉദ്ദേശമായിരുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? അതൊരു പുതിയ കണ്ടുപിടുത്തമായിരുന്നോ? അപ്പോഴും അനുമോൾ പറയുന്നുണ്ട്, അവന് ക്യാപ്റ്റൻ ആകണ്ട, നോമിനേഷൻ ഫ്രീ ആയാൽ മാത്രം മതിയെന്ന്. അപ്പോൾ വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആർക്കും മനസ്സിലാകുന്നില്ല അനുമോൾ പറയുന്നത്. അങ്ങനെ അനീഷിനോട് ചോദിച്ചു, അനുമോൾ എന്താണ് ഈ പറയുന്നത് എന്ന് അനീഷിനോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാൻ ലാലേട്ടൻ പറഞ്ഞു. ആ സമയം അനീഷ് പറഞ്ഞു, ഇവിടെ അനുമോൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ലാലേട്ട എന്ന്. അങ്ങനെ ഷാനവാസിനോടും നൂറയോടും ലാലേട്ടൻ ചോദിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു കൊടുത്തിട്ടും ലാലേട്ടന് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ലാലേട്ടൻ അവസാനം അനുമോളോട് ചോദിച്ചു, നിങ്ങളാണ് നോമിനേഷനിലുണ്ടായിരുന്നതെങ്കിൽ നിങ്ങളത് വിട്ടുപോകുമായിരുന്നോ എന്ന്. നിങ്ങൾക്കും ക്യാപ്റ്റൻ ആവുക എന്നുള്ളതിനേക്കാളും നോമിനേഷൻ ഫ്രീ ആവുക എന്നുള്ളതായിരിക്കില്ലേ ലക്ഷ്യം? അതുതന്നെയല്ലേ ആര്യൻ ഇവിടെ ചെയ്തത്? അതിലെന്താ കുഴപ്പമെന്നായിരുന്നു ലാലേട്ടൻ ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.